ഹലോ മച്ചന്മാരെ, ഇങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയായി എന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിയണോ? കണ്ടോ, എന്റെ പഴയ ഫോട്ടോയിൽ നിങ്ങൾ എത്രമാത്രം എന്റെ മുഖത്ത് പാടുകളും കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ ഈ ക്രിസ്റ്റൽ ക്ലിയർ പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ എങ്ങനെ കിട്ടി? ഇപ്പൊ എന്റെ മുഖത്ത് ഒരു തുള്ളി പാടുമില്ല, കുരുക്കളും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതിന്റെ സീക്രട്ട് അറിയണോ? ഈ തൈലമാണ് ഈ തൈലം. ഈ തൈലം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ഇടൂ. ലിങ്ക് എന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് DM-ൽ വന്ന് എന്റെ ലിങ്ക് അയച്ചു തരാം. അങ്ങനെ ഇത് പർച്ചേസ് ചെയ്യൂ. റിസൾട്ട് നിങ്ങൾക്ക് കണ്ടറിയാം. വലിയ വലിയ സെലിബ്രിറ്റികൾ വരെ ഈ ഇതാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്കും എന്നെ പോലെ നല്ല ഗ്ലോയും ക്ലിയർ സ്കിന്നും ആകാം. താങ്ക് യു. പറയൂ, എന്താണ്? അതിന് ഡോക്ടറെ, എന്റെ മുഖത്ത് നിറച്ച് കുരുക്കളും പാടുകളും ഉണ്ട്. ഇപ്പൊ ഒരുപാട് മാസങ്ങളായി, എന്നിട്ട് ഇതുവരെയായിട്ടും മാറുന്നില്ല. കുരുവും മാറുന്നില്ല, പാടും പോകുന്നില്ല. പുതിയ പുതിയ കുരു വരികയാണ്. ആ കുരു പൊട്ടുന്നതനുസരിച്ച് പാടുകളും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അത് മാറ്റാൻ? മോൻ ആ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് ഇടുന്നാണല്ലേ? അതെ അതെ അതെ, അപ്പൊ വീഡിയോ കാണാറുണ്ടല്ലേ? താങ്ക് യു. അല്ല, മോൻ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഒരുപാട് പരിചയപ്പെടുത്തുന്നല്ലേ? ഇതൊന്നും ഇയാൾ യൂസ് ചെയ്യാറില്ലേ? ഓ, ഒരു ലോഡ് ഫൗണ്ടേഷൻ ആണ് മുഖത്ത് വെച്ച്. ഡോളർ കിട്ടാൻ എന്തൊക്കെ പെടാപ്പാട്. ഉള്ളത് പറയല്ല, ആരോടും പറയില്ലേ. ഇത് ട്രേഡ് പാർട്ണർഷിപ്പിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ ഓരോ പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ അവര് അതിന്റെ കമ്മീഷനായിട്ട് എനിക്ക് കുറച്ച് ഡോളർ തരും. അത്രേ ഉള്ളൂ. മറ്റേ അഫിലിയേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അല്ല, ഞാൻ ഈ സാധനം ഉപയോഗിക്കാറില്ല കേട്ടോ. അല്ല, ഈ പരിചയപ്പെടുന്ന സാധനങ്ങളൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഡോക്ടറുടെ അല്ല ഡെർമറ്റോളജിസ്റ്റിന്റെ ഒരു കൺസൾട്ടേഷൻ ഇങ്ങനെ തേടി. എന്തായാലുവേ, ഞാൻ ഇയാൾക്ക് 2 ഓയിൽമെന്റും ഒരു സൺസ്ക്രീനും കുറിച്ച് തരാം. പുറത്തുനിന്ന് വാങ്ങിക്കണം, ഡെയിലി യൂസ് ചെയ്യണം കേട്ടാ. പിന്നെ ഒരു കാര്യം, ഇതും കൂടെ താൻ പരിചയപ്പെടുത്തോ? പിന്നെ ഞാൻ ഈ എഴുതിത്തരുന്നൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണം കേട്ടാ. ശരി, ഓക്കെ. പിന്നെ ആരോടും പറയില്ല കേട്ടോ ഞാനിവിടെ വന്ന കാര്യം. ഏയ്